ഫാഫ് ഡുപ്ലസി ഒരു ഏജും മറ്റുമൊക്കെ ഫാക്ടറൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്യാനാണ് സാധ്യത. പിന്നെ കരുൺ നായർ, അതും ഏജിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം, 35 വയസ്സ് കഴിഞ്ഞു. കരുൺ നായരെയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോഹിത് ശർമ്മയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫെറേരിയ എന്ന മറ്റേ സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോൾ ഈ അടുത്ത സീരീസിലൊക്കെ ക്യാപ്റ്റനായിട്ടുള്ള താരം, അദ്ദേഹത്തെയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. പിന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പുതിയൊരു നീക്കം എന്നുള്ള നിലക്ക് പിന്നെ കരുൺ നായർ KL രാഹുലിന് പകരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സായിട്ട് ഒരു ഡീലിങ്ങിന് അവർ ശ്രമിച്ചിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നും ആന്ധ്രെ റസലിനെ ഇങ്ങോട്ട് എടുത്തിട്ട് കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട് KL രാഹുലിനെ കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിരുന്നു. പക്ഷേ കൊൽക്കത്തയ്ക്ക് തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റൻ അത്യാവശ്യമായിട്ട് വേണം. കാരണം അജിങ്ക്യ രഹാന വെറ്ററൻ താരമാണ്, എത്ര കാലം അദ്ദേഹം ക്യാപ്റ്റനായിട്ട് നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലിന് വേണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഒരു ഡീലിങ്ങിന് അവർ ശ്രമിച്ചിരുന്നു. റസലിനെ ഇങ്ങ് തരിക. കൊൽക്കത്തയുടെ ഒരുപാട് കാലമായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് കൊൽക്കത്തയുടെ മെയിൻ താരങ്ങളിൽ ഒരാളാണ് റസൽ. അപ്പോൾ റസലിനെ വെച്ചിട്ട് KL രാഹുൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളൊരു കൈമാറ്റത്തിൻ്റെ ഒരു അങ്ങനെ ഒരു വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു. അത് എത്രത്തോളം സംഭവമാവും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ഒരു നല്ലൊരു ടീം തന്നെയാണ്. ഒരുപാട് യുവതാരങ്ങളുണ്ട്, വിപ്രജ് നിജം പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിപ്രജിൻ്റെ കാര്യത്തിലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു സെക്ഷൽ അസോൾട്ട് കേസ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഈ IPL ഗവേണിംഗ് കമ്മിറ്റി എന്തായിരിക്കും ആ ഒരു തീരുമാനം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ IPLന്റെ ഫ്യൂച്ചർ ഉണ്ടാവുക. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അശുതോഷ് ശർമ്മയെ പോലുള്ള കളിക്കാർ അവർക്കുണ്ട്. കാരണം നല്ല കാരണം അശുതോഷ് ശർമ്മ നമുക്കറിയാം പഞ്ചാബിനൊപ്പം ചേർന്നുകൊണ്ട് ശശാങ്കും അദ്ദേഹവും ചേർന്നിട്ടുള്ള അവസാനത്തെ ഫിനിഷ് കഴിഞ്ഞ സീസണിലും അശുതോഷ് ഒരു മരണക്കളി കളിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പം അക്സർ പട്ടേൽ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ അശുതോഷിനെ പോലുള്ള താരങ്ങളൊക്കെ നിൽക്കുമ്പോൾ നിപ്രച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഡൽഹിക്ക് ഒരു നല്ല ടീം തന്നെ ഈ പ്രാവശ്യം ഉണ്ടാവും. ഫാഫ് ഡുപ്ലസിക്ക് പകരം ഒരു വെറ്ററൻ ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്.